ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ, വളരെ പരിചിതമായ വാക്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. നമുക്കെപ്പോഴും നോക്കി പഠിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ നോക്കി പഠിച്ചാൽ ഒരു കാലത്ത് നമ്മൾ തെറ്റത്തില്ല. തെറ്റിക്കുന്നൊരു ലോകത്തിൽ തെറ്റി തകർന്നവരുടെ മുമ്പിൽ തെറ്റാതെ ജീവിക്കാൻ യേശുക്രിസ്തുവിലെ നോട്ടം മാറരുത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് അല്പനേരം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, 33.5 വർഷം ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു ഏകദേശ കണക്ക് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊന്ന് എടുക്കാം. 3-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 21-ാമത്തെ 22-ാമത്തെ 23-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. യേശുക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അത് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം വായിപ്പിച്ചത്. യേശുക്രിസ്തു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം യേശുക്രിസ്തുവിന് എത്ര വയസ്സായിരുന്നു? 30 വയസ്സായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജനിച്ച ദിവസം മുതൽ 30 വയസ്സ് വരെ നമ്മെപ്പോലെ ജനിച്ച്, നമ്മെപ്പോലെ വളർന്ന്, നമ്മെപ്പോലെ ജനത്തിനിടയിൽ ഇരുന്ന്, നമ്മെപ്പോലെ വചനം പഠിച്ച്, നമ്മെപ്പോലെ യേശുക്രിസ്തു ആയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി തുടങ്ങിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ സ്നാനത്തിന് ശേഷവും പരിശുദ്ധാത്മാവിൻ്റെ രംഗപ്രവേശനത്തിന് ശേഷമാണ്. നമ്മൾ ഇച്ചിരി ഗഹനമായിട്ട് ഈ ദൂതിനെ കൊണ്ടുപോവുക. അവൻ ആത്മാവിൽ നിറഞ്ഞവനായി യോർദാൻ വിട്ടെന്നാ വാക്യം. അങ്ങനെങ്കിൽ ആത്മനിറവിൻ്റെ പിമ്പിൽ ദൈവം ഉദ്ദേശിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആത്മനിറവെന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ പറയുക കൂടുതൽ അന്യഭാഷ പറയുന്നവർ എന്നല്ല. അത് ആത്മനിറവിൻ്റെ ഒരടയാളം മാത്രമാണ്. അന്യഭാഷകളിൽ ഒതുങ്ങരുത് ആത്മനിറവ്. ഒരുവൻ ആത്മാവിൽ നിറയപ്പെട്ടാൽ അവൻ്റെ എല്ലാ മൂവ്മെന്റ്സും ആത്മാവ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ ചില ആൾക്കാർ പറയും, ആത്മാവിൽ നിറയുന്നതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ആത്മാവിൽ നിറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ എന്തിനാ കാര്യം? വചനം. എൻ്റെ പൊന്ന് സ്നേഹിത, നീ ഏത് പുസ്തകമാണ് വായിക്കുന്നേ? ആത്മാവിൽ നിറഞ്ഞവന് വചനം വായിച്ചിരിക്കും. വായിക്കോ? ആത്മാവിൽ നിറഞ്ഞവൻ പ്രാർത്ഥിക്കോ? വചനവും പ്രയറും ഇല്ലാതെ ഈ ആത്മനിറവ് സൂക്ഷിക്കാൻ പറ്റുകയില്ല. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ നിങ്ങൾക്കൊരു ഉത്തമ ഉദാഹരണം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഉണർവിനിടയിൽ എബ്രായ ഭാഷക്കാരോട് വിധവമാരുടെ കാര്യത്തിൽ ഒരു പിറുപിറുപ്പ് നടത്തി. ഉടനെ അപ്പോസ്തലന്മാര്, പരിശുദ്ധാത്മ നിറവുള്ളവര് സഭയെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടത്തില്ല. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അപ്പൊ ചോദ്യം, ആത്മനിറവുള്ളവൻ പ്രാർത്ഥിക്കുമോ? വചനത്തിൽ ഉറ്റിരിക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വചനം വായിക്കാൻ പറ്റാത്തത് പോരാട്ടമല്ല, നിങ്ങളിൽ ആത്മനിറവില്ലാത്തത് കൊണ്ടാണ്. നിന്റെ എല്ലാ മടുപ്പും മാറും. നിന്റെ മേൽ ഈ ആത്മനിറവുണ്ടാകണം. അതെന്താന്നാ ഇന്ന് പ്രസംഗിക്കുന്നത്. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്നെ നിറച്ച് ദൈവം വിടത്തുള്ളൂ.
നിന്റെ എല്ലാ ശൂന്യാവസ്ഥകളും. എന്നോട് ദൈവം പറയുക, ഇന്നലകളിൽ നീ ഒരു പ്രവാചകന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചെങ്കിൽ ഇന്നുകളിൽ ഒരു പ്രവാചകന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാതെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മനിറവിനാൽ ശത്രുവിന്റെ ശരയമ്പുകളെ ജയിക്കാൻ പറ്റും. സ്തോത്രം. എന്നോട് ദൈവം പറയുക, ഇന്ന് മീറ്റിംഗ് കഴിയുന്നതിന് ചിലരൊക്കെ കരുത്താർജിക്കാൻ പോവാ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ തോറ്റ വീട്ടിൽ ജയിച്ച് കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് തല കുനിച്ച സ്ഥലത്ത് തല നിവർത്തി പിടിക്കാൻ ആഗ്രഹമുണ്ടോ? അതിന് വേണ്ടത് ജീസസ് ഒരാളുടെ കൈവപ്പല്ല, ആത്മനിറവാണ്. യേശുക്രിസ്തു ജനം സ്നാനമേറ്റ കൂട്ടത്തിൽ കർത്താവ് സ്നാനമേറ്റു. യോഹന്നാൻ യോർദാനാറ്റിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് വരിക സ്നാനപ്പെടാനായിട്ട്. അപ്പം നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളും വരുന്നു. അവൻ്റെ പേരാ യേശു. ഞാൻ യേശുവാ, എല്ലാവരും കൂടെ മാറാവേ, ഞാനെന്ന് വിടട്ടെ എന്നൊന്നും പറഞ്ഞില്ല. യേശുവിൻ്റെ ആ താഴ്മയും ഈ അഹങ്കാരമുള്ളവരോടൊക്കെ ചോദിക്കുക, നീ ഏത് പുസ്തകമാണ് വായിക്കുന്നത്? യേശുവിൻ്റെ താഴ്മ കണ്ടോ? അരയിൽ തോർത്തു ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകുക. അപ്പോസ്തലൻ പറയുന്നേ കേട്ടോ, നീ മറ്റൊരാളെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണം. ഹല്ലേലൂയ. ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് ദൂതിനെ കൊണ്ടുവരാം. അപ്പൊ യേശു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഹല്ലേലൂയ, യോഹന്നാന്റെ കൈക്കീഴി സ്നാനമേറ്റപ്പോൾ ആദ്യം യോഹന്നാൻ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കും. അവനവനെ സ്നാനപ്പെടുത്തി കയറിയപ്പോൾ യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. ഒരുവന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ തുറപ്പിക്കാൻ വരെ പ്രേയറിന് കഴിയും. ഓ ഹല്ലേലൂയ. നിന്റെ പ്രയറിന്റെ മുൻപിൽ, നിന്റെ സ്തോത്രത്തിന്റെ മുമ്പിൽ ദൂതന്മാർ സ്വർഗം തുറന്നിട്ട് കുനിഞ്ഞു നോക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, ലെവലേശം കുലുങ്ങണ്ട. നിന്റെ പ്രയറിന്റെ മുമ്പിൽ. വേദപുസ്തകത്തിൽ പ്രയറിൽ സ്വർഗം തുറന്ന പല ചരിത്രമുണ്ട്. സ്തോത്രം. സ്വന്തം വീടിന്റെ വാതിലടഞ്ഞ് വനാന്തരത്തിനുള്ളിൽ അകപ്പെട്ടവൻ കൂർത്ത മുള്ളുകട മാറിയിൽ ഒന്ന് മുട്ടുകുത്തി ഒരൊറ്റ പ്രാർത്ഥന. ഹല്ലേലൂയ. ഞാനും ഇന്ന് നിങ്ങളോട് പറയാം, പ്രാർത്ഥനയ്ക്ക് വിദൂരതയിലുള്ള സ്വർഗത്തെ വരെ തൊടാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യാക്കോബ് വീടിന്റെ വാതിൽ അടഞ്ഞപ്പോ സഹോദരൻ കൊലക്കത്തി കയ്യിലെടുത്തപ്പോൾ മുള്ളിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രയർ കഴിഞ്ഞുറങ്ങിയപ്പോ ഒരു സ്വപ്നം. ആനകൊമ്പുകുലിക്ക് വരുന്നതല്ല, സ്വർഗം തുറന്നിട്ടിരിക്കുന്നു. അതിൽ നിന്നൊരു ഗോവേണി താഴെ ഇറക്കി വെക്കുന്നു. അർത്ഥമെന്താ? യാക്കോബേ, നീ തീരാൻ പോകുമല്ല, നിനക്ക് സ്വർഗം വരെ നടന്നു കയറുന്ന പുതിയ പടികൾ. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആരെങ്കിലും അടച്ച വാതിലിനെ ചൊല്ലി നീ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വെളിപ്പാട് പറയാം. അല്പദിവസത്തിനുള്ളിൽ അടഞ്ഞ ചില വാതിലിനെ ഓർത്ത് നീ സ്തോത്രം ചെയ്യാൻ പോവാ. യാക്കോബേ, നിന്റെ വീടിന്റെ വാതിൽ അടഞ്ഞത് നിന്നെ തീർക്കാനല്ല, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് വരാനാ. Glory to God. നിന്റെ ഹൃദയത്തിന് അകത്തളങ്ങളിൽ ദൈവകൃപ ജ്വലിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് തരുക. വിശ്വാസമുണ്ടോ? നിനക്ക് മുമ്പിൽ ദൈവം ചിലത് തുറന്നിടാൻ പോവുക. രക്തബന്ധങ്ങൾ അടച്ച വാതിലുകളുടെ മുമ്പിൽ ഇതാ സർവശക്തനായ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, ദൈവം ചിലത് തുറന്നിടാൻ പോവാന്ന് പറ.